അങ്ങനെ പഴനിയിലെ മോർണിംഗ് രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് ഞങ്ങൾ നടക്കുവാണ് അമ്മമ്മയുടെ ചായ മാറ്റാൻ, മുട്ടയടിക്കാൻ. നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ അമ്മമ്മേനെ ഇരുത്തി. ഫസ്റ്റ് ഞങ്ങൾക്ക് ഇങ്ങനെ വേണോ വേണ്ട എന്നൊക്കെ ഉണ്ട്. പക്ഷെ അമ്മമ്മയുടെ 35 വർഷത്തെ ഒരു വഴിപാടാണ്, അതുകൊണ്ടാണ്. പിന്നെ ആദ്യമൊക്കെ ഇങ്ങനെ കണ്ടു നിൽക്കുമ്പോൾ നല്ല രസമുണ്ട്, കാരണം സ്മൂത്തായിട്ട് ഇങ്ങനെ പോരുന്നു. പക്ഷെ പിന്നെ ഇച്ചിരി വിഷമമായാണ് ഇങ്ങനെ അമ്മമ്മേനെ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ. ഇങ്ങനെയൊക്കെ മുട്ടയൊക്കെ അടിച്ച് നമുക്കൊരു വിഷമം വരും, കാരണം വേണ്ട ഫുൾ മുട്ട അടിക്കുന്ന ഒക്കെ ഒരു കണ്ടു നിൽക്കുമ്പോഴാണെങ്കിൽ കുറച്ച് വിഷമമായി. പക്ഷെ ഇത് എടുത്തു കഴിഞ്ഞപ്പം എനിക്കൊരു ആക്ടറിനെ പോലെ തോന്നി. കാണിച്ചു തരാവേ അത് ആരാന്നേ. പിന്നെ നല്ല മുടി പോയി, ഇത്രയും മുടി കിട്ടി. പിന്നെ നമുക്കിത് ഇത്രയും മുടി കൊടുത്തപ്പോൾ അവർ ഒരു പാസ് തന്നു 3 പേർക്ക് ഡയറക്റ്റ് ഭഗവാനെ തൊഴാനുള്ളത്. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞത് അമ്മമ്മ അപ്പോഴാണ് ക്യാമറയിൽ നോക്കിയത്. അന്നേരമാണ് അമ്മമ്മ മുഖം കണ്ടത്. പിന്നെ ഒരു ചായയൊക്കെ കുടിച്ചു. പിന്നെ ചന്ദനം തേക്കും. ഇത് നമ്മൾ പഴനി കയറുന്നതിന് മുമ്പ് മുട്ടയിൽ അങ്ങനെ മുട്ടയ്ക്കകത്ത് കളറടിക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ കൂടത്തിൽ വന്ന കുറച്ച് പേരൊക്കെ മുട്ട അടിച്ചിട്ടുണ്ടല്ലോ, 2 പേരെ മുട്ട അടിച്ചിട്ടുള്ളൂ. അതിലൊരു കുഞ്ഞു കൊച്ചുണ്ടായിരുന്നു, പിന്നെ അമ്മമ്മയും. അങ്ങനെ അവനും അടിച്ചു ആ കളറ് ചന്ദനം. അവിടെ നല്ല അരളിപ്പൂ ഉണ്ടായിരുന്നു, മുല്ലപ്പൂ ഉണ്ടായിരുന്നു. അമ്മ മുല്ലപ്പൂവും മേടിച്ചു, മിഞ്ഞും അരളിയും മേടിച്ചു. എനിക്കിത് രണ്ടും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടില്ല. അതെൻ്റെ നേരെ പോയി കാവടി എടുത്തു. സോ മിഞ്ഞു മാത്രമേ കാവടി എടുത്തുള്ളൂ, കാരണം കഴിഞ്ഞ പ്രാവശ്യം അവളുടെ മേത്തിങ്ങനെ മുരുകൻ കയറിയായിരുന്നു. അപ്പോൾ അവൾ മാത്രമേ എടുത്തുള്ളൂ, ഞങ്ങളാരും എടുത്തില്ല. അതിന് നല്ല തിരക്കുണ്ടായിരുന്നു. ഇത്രയും വർഷം പോയിട്ട് നല്ല തിരക്കായിരുന്നു. സോ അവിടെ നല്ല ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. അത്രയേ ഉള്ളൂ. ഇതാണ് കുട്ടി പഴനി വ്ളോഗ് ഗൈസ്. സോ ബൈ.